ആറന്മുള മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥി വീണ ജോർജ് വീണ്ടും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ സജീവമായി കഴിഞ്ഞിരിക്കുന്നു. എന്താണ് ഉഷാറായോ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ? ഈ കാലഘട്ടത്തിലെല്ലാം ജനങ്ങൾക്കൊപ്പം തന്നെ ഉണ്ടല്ലോ. അപ്പോൾ ജനങ്ങൾക്ക് വേണ്ടി തന്നെ പ്രവർത്തിക്കുന്നു. ഏറ്റവും സന്തോഷമുള്ള കാര്യം ഈ കാലഘട്ടത്തിൽ നമ്മൾ ആറന്മുള നിയോജക മണ്ഡലത്തിൻ്റെ എല്ലാ മേഖലകളിലും വികസനം സാധ്യമാക്കാൻ കഴിയും. അപ്പോൾ അടിസ്ഥാന സൗകര്യ വികസനം നമ്മൾ ഈ മുന്നിൽ കാണുന്ന ഈ റോഡൊക്കെ ഉൾപ്പെടെ എല്ലാ PWD റോഡുകളും BMNBC അറേഞ്ച് ചെയ്യാൻ കഴിയും. ഇപ്പോൾ കുറച്ചപ്പുറത്താണ് മലയോര ഹൈവേ ഉള്ളത്, കിബിയിലൂടെ പൂർത്തീകരിച്ചത്. ഇപ്പോൾ അതിനപ്പുറത്ത് നമ്മുടെ തിരുവല്ല കുമ്പഴ റോഡ് ആദ്യം BMNBC അറേഞ്ച് ചെയ്തത് തിരുവല്ല കുമ്പഴ റോഡാണ്. അതിൻ്റെ ഇപ്പോൾ അത് വീണ്ടും ഇപ്പോൾ നമ്മൾ അതിൻ്റെ BC ലേ ഓവർ കൂടി സാധ്യമാക്കിയിട്ടുണ്ട്. അപ്പോൾ ആശുപത്രികൾ ഇപ്പോൾ തൊട്ടടുത്ത് ജനറൽ ആശുപത്രി 53 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനം, അതുപോലെ വെട്ടിപ്പുറം സ്കൂൾ, അത് കോഴഞ്ചേരി ആശുപത്രി, കോഴഞ്ചേരി പാലം, അതുപോലെ മണ്ണാക്കടവ് പാലം, വയറപ്പുഴ പാലം, പാലങ്ങൾ, റോഡുകൾ, സ്കൂളുകൾ, ആശുപത്രികൾ, ആരോഗ്യ കേന്ദ്രങ്ങൾ, ഇതൊക്കെ യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞു. അത് തീർച്ചയായിട്ടും വികസനത്തിന് പിന്തുണയ്ക്കുന്ന വോട്ട് ഇത്തവണ ആറന്മുള നിയോജക മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ലഭിക്കും. വീണ്ടും ഒരു തവണയും കൂടെ വരുമ്പോൾ ഈ ആറന്മുള മണ്ഡലത്തിലെ ജനങ്ങളോട് എന്താ പറയാനുള്ളത്? ഇത്രയും നാൾ ഒപ്പം നിന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. ഒരു കുടുംബത്തിൻ്റെ അംഗങ്ങൾ പോലെയാണല്ലോ എല്ലാവരും അത്രയും സ്നേഹം, അത്രയും കരുതൽ, അത്രയും ചേർത്ത് പിടിക്കൽ പരസ്പരം ഉണ്ട്. അതിനിയും തുടർന്നു കൊണ്ടുപോകും. അത് ആറന്മുളയോടുള്ള ഹൃദയം നിറഞ്ഞ സ്നേഹം, എൻ്റെ പ്രിയപ്പെട്ടവരോടുള്ള നമ്മളൊക്കെ ജനിച്ചു വളർന്ന മണ്ണാണല്ലോ ഇത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരോടും അത് പ്രത്യേക സ്നേഹം, ആ സ്നേഹം തുടരും. ഇപ്പോൾ ഈ കേരളത്തിൽ നടക്കുന്ന വിവാദ വിഷയങ്ങളൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ടല്ലോ. നമ്മുടെ കൺമുന്നിലുള്ള യാഥാർത്ഥ്യങ്ങളല്ലേ എല്ലാം. അതൊക്കെ വെറുതെ പൊളിറ്റിക്കലായിട്ട് അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു പോകല്ലേ. പക്ഷേ എന്താണ് നമ്മുടെ തൊട്ട് മുമ്പിലുള്ള കാര്യം? എന്താ നമ്മുടെ തൊട്ട് മുമ്പിലുള്ള റോഡ് എങ്ങനെ, നമ്മുടെ തൊട്ടിനടുത്തുള്ള ആരോഗ്യ കേന്ദ്രം എങ്ങനെ? 10 വർഷം മുമ്പ് അവിടെ ലാബ് ഉണ്ടായിരുന്നില്ല, ഇന്നവിടെ ലാബുണ്ട്, നല്ല കെട്ടിടമുണ്ട്. നമ്മുടെ ജനറൽ ആശുപത്രിയിൽ 10 വർഷം മുൻപ് ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഉണ്ടായിരുന്നില്ല, ഇന്നവിടെ കാർഡിയോളജി ഉണ്ട്. 8,500 പേർ ഇവിടെ വന്ന് ആൻജിയോഗ്രാം ഉൾപ്പെടെ ചെയ്തു പോയിട്ടുണ്ട്. ഇവിടെ മാമോഗ്രാം ഉണ്ടായിരുന്നില്ല, ഇന്നോ ന്യൂറോളജി, നെഫ്രോളജി, യൂറോളജി ഉൾപ്പെടെയുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി ടെസ്റ്റ്. കോഴഞ്ചേരി ആശുപത്രിയോ പണ്ട് ഓടിട്ടൊരു കെട്ടിടം, ഇന്നവിടെ കിഫ്ബിയുടെ പുതിയ ബ്ലോക്ക്. അപ്പോൾ എത്ര കാലം, ഇപ്പോൾ കഴിഞ്ഞ ദിവസം മണ്ണാക്കടവ് പാലത്തിൻ്റെ ഉദ്ഘാടനം നടന്നു. ഒരു സമൂഹം മുഴുവൻ ഇറങ്ങി വരില്ലേ. അപ്പോൾ ഇത് എന്ന് പറയുമ്പോൾ അതൊക്കെ വെറുതെ രാഷ്ട്രീയ ആരോപണങ്ങളാണ് എന്നുള്ളത് ആളുകൾക്കറിയാം. കാരണം നമ്മുടെ മുന്നിലുള്ള റോഡാകട്ടെ, നമ്മുടെ ആശുപത്രി ആകട്ടെ, നമ്മുടെ സ്കൂളാകട്ടെ, എല്ലാം വലിയ മാറ്റങ്ങളുണ്ടായി. അത് സൗഹൃദമായി, ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതായി. അതുകൊണ്ട് തന്നെ കൺമുന്നിലുള്ള യാഥാർത്ഥ്യത്തിനായിരിക്കും വോട്ട്. വിവാദങ്ങളല്ല, ഈ വികസന പ്രവർത്തനങ്ങളാണ് പ്രധാനമായി ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുന്നതെന്ന് തന്നെയാണ്. തീർച്ചയായിട്ടും. കാരണം നമുക്ക് എന്താണ് അനുഭവവേദിയാവുന്നത്? ഇപ്പോൾ പെൻഷൻ 18 മാസം മുടങ്ങിയൊരു കാലഘട്ടം ഉണ്ടായിരുന്നില്ലേ? അന്ന് എത്രയായിരുന്നു? 500 രൂപയായിരുന്നു പെൻഷൻ. ഇന്നോ 2000 രൂപ പെൻഷൻ നമുക്ക് മുടങ്ങാതെ നമ്മുടെ മുന്നിൽ എത്തുന്നു. ഇതാണ് യാഥാർത്ഥ്യം. അപ്പോൾ നമ്മുടെ പത്തനംതിട്ടയിലുള്ള ഈ റോഡ്, അത് ഇപ്പോൾ BMNBC ടാറിങ്ങാണ്. 10 വർഷം മുമ്പ് കുണ്ടും കുഴിയും നിറഞ്ഞ റോഡായിരുന്നു. നമ്മുടെ ജനറൽ ആശുപത്രി 10 വർഷം മുൻപ് ഒരാൾക്കൊരു നെഞ്ചുവേദന ഉണ്ടായാൽ നിന്നിപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് ഓടണം. ഇന്നോ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ 3 കാർഡിയോളജിസ്റ്റുകൾ, കാത്ത് ലാബ്, 3 കാർഡിയോളജിസ്റ്റുകൾ ഇപ്പോഴാണ് നമ്മൾ സൃഷ്ടിച്ചത്.